റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയായിരുന്ന ഗർമൻ സ്റ്റെപ്പനോവിച്ച് ടിറ്റോയുടെ പേരിലുള്ള ആ ദ്വീപിൽ നിന്ന് ഇനി ഹലോങ് ബേയിലെ കയാക്കിംഗ് സ്പോട്ടിലേക്കാണ് എൻ്റെ യാത്ര. ഒരു റഷ്യക്കാരൻ്റെ പേരിൽ അറിയപ്പെട്ട സുന്ദരമായ ദ്വീപ്, അതിൻ്റെ ഭംഗിയും പ്രൗഢിയും ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെട്ടിരിക്കുന്നു. ഈ ബോട്ടിൻ്റെ ഡെക്കിലിരുന്ന് ചുണ്ണാമ്പ് മലകൾക്കിടയിലൂടെ ഈ ഉൾക്കടലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സമയം പോകുന്നത് അറിയുകയില്ല. ഈ ഉൾക്കടലിലൂടെ നിരവധി ബോട്ടുകളാണ് ഒരേ സമയം ഇങ്ങനെ കടന്നു പോകുന്നത്. 1969 ദ്വീപുകളാണ് ഈ ഉൾക്കടലിൽ വ്യാപിച്ചിങ്ങനെ കിടക്കുന്നത്. അതിൽ ഭൂരിഭാഗവും ചുണ്ണാമ്പ് മലകളാണ്. 1994 യുനെസ്കോ ഹലോങ് ബേയെ ലോക പൈതൃക പട്ടികയിൽപ്പെടുത്തിയത്. അന്നു മുതൽ തുടങ്ങിയതാണ് പ്രകൃതി സുന്ദരമായ ഈ പ്രദേശത്തേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക്. ഇത്തരം ചെറിയ ബോട്ടുകളിലും ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. അത്തരം ബോട്ടിലെ പാക്കേജുകൾക്ക് ചെറിയ തുകയെ വേണ്ടി വരികയുള്ളൂ. ഹലോങ് ബേയുടെ തീരത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായും ഈ ഉൾക്കടലിനെ ആശ്രയിച്ചാണ് ജീവിച്ചു പോകുന്നത്. ആ കാണുന്നത് ഒരു മത്സ്യബന്ധന ബോട്ടാണ്. സമീപ ഗ്രാമങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കുന്നതും മീൻ പിടിക്കാൻ പോകുന്നതുമൊക്കെ നമുക്കിടയ്ക്കിങ്ങനെ കാണാൻ കഴിയും. അമിതമായ ടൂറിസം കാരണം മത്സ്യം കുറയുന്നതും പരിസ്ഥിതി ദുർബലപ്പെടുന്നതിനും എതിരെ മത്സ്യത്തൊഴിലാളികളും പരിസ്ഥിതിവാദികളും ഇവിടേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവ് ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിരവധി ബോട്ടുകൾ കാണാം. ഈ ബോട്ടുകളിൽ പലതും 5 സ്റ്റാർ സൗകര്യമുള്ള ലക്ഷറി ക്രൂയിസ് ഷിപ്പുകളാണെന്ന് പറയാം. ഇത്തരം വലിയ ബോട്ടുകളിൽ പലതിലും നമുക്ക് ഒരു രാത്രി ഇവിടെ താമസിക്കാനുള്ള പാക്കേജുകളുണ്ട്. രാത്രി ഈ ചുണ്ണാമ്പ് മലകൾക്ക് താഴെയുള്ള ഉൾക്കടലിന്റെ ഓളപ്പരപ്പിലൂടെ നീങ്ങുന്ന ഇത്തരം വലിയ ബോട്ടുകളിൽ ഒരു ദിവസം താമസിക്കുക എന്നത് വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. സാമ്പത്തികം ഒരു വലിയ പ്രശ്നമായതിനാൽ തന്നെ ആഗ്രഹങ്ങളൊക്കെ ഒരു പരിധിവരെ മാറ്റിവെച്ചുള്ള യാത്രയാണ് പലപ്പോഴും എൻ്റെതെന്ന് പറയാം. അല്ലായിരുന്നെങ്കിൽ ഈ ഉൾക്കടലിൽ ഒരു ദിവസം താമസിച്ചിട്ട് മാത്രമേ ഞാൻ തിരിച്ചു പോവുകയുള്ളൂ. 1955 നവംബർ 1 തുടങ്ങി 1975 ഏപ്രിൽ 30 അവസാനിച്ച വിയറ്റ്നാം യുദ്ധം ഏകദേശം 20 വർഷക്കാലമാണ് നീണ്ടുനിന്നത്. അന്ന് വടക്കൻ വിയറ്റ്നാമിന്റെ അധീനതയിലുണ്ടായിരുന്ന ഈ പ്രദേശത്തൊക്കെ രൂക്ഷമായ ഏറ്റുമുട്ടലുകളാവും നടന്നിട്ടുണ്ടാവുക. അമേരിക്ക എന്ന വൻ സൈനിക ശക്തിക്കെതിരെ ഈ കുഞ്ഞൻ കമ്മ്യൂണിസ്റ്റ് രാജ്യം നടത്തിയ ചെറുത്തുനിൽപ്പിന്റെ കഥ ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ. അന്നു മുതൽ തോന്നിയ ആഗ്രഹമാണ് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഈ കുഞ്ഞൻ രാജ്യം എന്നെങ്കിലും ഒരിക്കൽ സന്ദർശിക്കണമെന്ന്. മഴക്കാറ് മൂടി മാനം ഇരുണ്ടിരിക്കുന്നുണ്ട്. മഴ പെയ്താൽ എൻ്റെ ഇനിയുള്ള ചിത്രീകരണം നടക്കാതെയാവും. അതുകൊണ്ട് തന്നെ ഞാനുൾപ്പെടെയുള്ള സഞ്ചാരികളെല്ലാം തെല്ലൊരാശങ്കയോടെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. വലിയ 2 ചുണ്ണാമ്പ് മലകൾക്കിടയിലൂടെയാണ് ഇപ്പോൾ യാത്ര. അപ്പോഴും വിവിധ രൂപത്തിലും നിറത്തിലുമുള്ള ബോട്ടുകൾ ആ ഉൾക്കടലിലൂടെ പോകുന്നത് നമുക്കിങ്ങനെ കാണാം. ദൂരെ കാണുന്ന ആ ചുണ്ണാമ്പ് മലയുടെ മധ്യത്തിലായി വലിയൊരു ഗുഹയുണ്ട്. ഈ യാത്രയുടെ അവസാനം അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് കയാക്കിംഗ് നടത്തുവാനുള്ള സ്ഥലം. ബോട്ടുകൾ അടുപ്പിക്കുന്നതിനായി വലിയൊരു ഡെക്ക് നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വശത്ത് നിരനിരയായി ബോട്ടുകൾ കാണാം. വലിയ ചുണ്ണാമ്പ് മലകൾക്ക് തൊട്ടരികിലാണ് ഈ ബോട്ട് ജെട്ടി. മനോഹരമായാണ് ബോട്ട് ജെട്ടിയും പരിസരവുമൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരേ സമയം നിരവധി ബോട്ടുകൾക്ക് ഇവിടെ നങ്കൂരമിടാനാവും. ഇനി നമുക്ക് കയാക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകാം. സഞ്ചാരികളായി വന്നവരോടൊപ്പം ഞാനും മുന്നോട്ട് നടന്നു. കയാക്കിംഗ് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ആക്ടിവിറ്റിയാണ്. ഇന്നും അതിലെനിക്ക് താല്പര്യവുമില്ല. കയാക്കിങ്ങിനായി പോയാൽ എൻ്റെ ചിത്രീകരണം തടസ്സപ്പെടും. കയാക്കിങ്ങിനായി പോവാത്തവർക്കായി ചെറിയ ഇരുമ്പ് വള്ളങ്ങളിൽ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അത്തരം ഒരു യാത്രയാണ് സെലക്ട് ചെയ്തത്. ഇടതുവശത്ത് മുഴുവൻ സഞ്ചാരികളുമായി വന്ന ബോട്ടുകളാണ്. 100 കണക്കിന് ആളുകളുണ്ട്.
ഹലോങ് ബേയിലെ യാത്രാ പാക്കേജുകളിൽ രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് കയാക്കിംഗ് എന്ന് പറയാം. നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഇരുമ്പ് ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച തോണികളാണ്. എല്ലാ തോണികളും സഞ്ചാരികളെയും കാത്തിരിക്കുകയാണ്. ഇത്തരം തോണികളിൽ ഒന്നിൽ കയറി ഈ ചുണ്ണാമ്പ് മലകൾക്കിടയിലൂടെ ഈ ഉൾക്കടലിന്റെ മനോഹര കാഴ്ചയിലേക്കാണ് ഇനി യാത്ര. ഇരുപതോളം സഞ്ചാരികൾക്ക് ഒരു തോണിയിൽ കയറാം. ചെറിയൊരു ഭയമുണ്ട്, പക്ഷേ തോണി അധികമൊന്നും ആടി ഉലയുന്നില്ല. കയാക്കിങ്ങിനായി പോകുന്നവരും ഇവിടുന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രസകരമായൊരു യാത്രയാണ്. 100 കണക്കിന് ആളുകളാണ് കയാക്കിംഗ് ചെയ്യുന്നത്. ചുറ്റും വലിയ ചുണ്ണാമ്പുമലകൾ നിറഞ്ഞ ഒരു പ്രദേശം, അതിന് താഴെയായി ശാന്തമായി നിലകൊള്ളുന്ന ഉൾക്കടൽ. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന മനോഹരമായ ടൂറിസം ഡെസ്റ്റിനേഷനാണ് ഇതെന്ന് പറയാം. എൻ്റെ കൂടെ വന്ന സഞ്ചാരികളും കയാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. പല നിറത്തിലുള്ള കയാക്കിംഗ് വഞ്ചികളാണ്. എല്ലാറ്റിനും കടും നിറമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടോൺകിൻ ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്ന ഹലോങ് ബേയിലെ ശാന്തമായ കടലും ആരെയും വിസ്മയിപ്പിക്കുന്ന ചുണ്ണാമ്പുകല്ലുകളും കാരണം നാഷണൽ ജിയോഗ്രഫിക് ആഗോളതലത്തിലെ മികച്ച 25 കയാക്കിംഗ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായി ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട്. ആ കാണുന്ന വലിയ ചുണ്ണാമ്പുമലയ്ക്കുള്ളിലൂടെയുള്ള ഗുഹയിലൂടെ അപ്പുറത്തേക്ക് പോയാൽ ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ തടാകം പോലുള്ള സ്ഥലമുണ്ട്. അവിടേക്കാണ് പ്രധാനമായും ആളുകൾ കയാക്കിംഗ് നടത്തുന്നത്. വലിയൊരു ഗുഹാമുഖമാണെന്ന് പറയാം. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഇത്തരം ചുണ്ണാമ്പുമലകൾ രൂപപ്പെടുന്നത്. കുറച്ചുകൂടി വെള്ളം ഉയർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗുഹയിലൂടെ ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല. 100 കണക്കിന് ആളുകളാണ് കയാക്കിംഗ് നടത്തുന്നത്. പലതരത്തിലുള്ള മനസ്സുമായി വന്ന സഞ്ചാരികളാണ്. അവരെയെല്ലാം ഒരേപോലെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലാണ് ഇവിടുത്തെ ടൂർ പാക്കേജുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാവാം ദിനംപ്രതി ഇവിടേക്കുള്ള സഞ്ചാരികളെ എണ്ണം കൂടിക്കൂടി വരുന്നത്. ചുറ്റും മലകളായതിനാൽ വൃത്താകൃതിയിലുള്ള ഒരു ചെറിയ തടാകമാണ് ഈ പ്രദേശം എന്ന് പറയാം. ഈ ചെറിയ തടാകത്തിലേക്ക് വരുവാനുള്ള ഏക മാർഗം ആ ഗുഹയിലൂടെയാണ്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ വലിയൊരു പാത്രത്തിലാണ് നിൽക്കുന്നത് എന്ന് തോന്നും. ചുറ്റും ചുണ്ണാമ്പുമലകൾ അതിരിട്ട ഒരു ചെറിയ തടാകം പ്രകൃതി ഒരുക്കിയ മറ്റൊരു വിസ്മയ കാഴ്ചയാണെന്ന് പറയാം. ഹലോങ് ബേയിലെ സമീപ പ്രദേശങ്ങളിൽ മീൻപിടുത്തം ഉപജീവന മാർഗമായി കണ്ടിരുന്ന മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തിന്റെ ലഭ്യതക്കുറവും ടൂറിസത്തിന്റെ അതിപ്രസരണവും കാരണം തങ്ങളുടെ പരമ്പരാഗത തൊഴിൽ വിട്ട് പലരും ഇന്ന് ഈ ടൂറിസം മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. പ്രധാനമായും ഇവിടെ തോണി തുഴയുന്നത് അത്തരം മത്സ്യത്തൊഴിലാളികളാണ്. ഏകദേശം ഒരു അരമണിക്കൂറാണ് കയാക്കിംഗ് സമയമെന്ന് പറയാം. സഞ്ചാരികളായി വന്നവരെല്ലാം തന്നെ ഈ കാഴ്ചകളൊക്കെ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. ചുണ്ണാമ്പ് മലകളിലായതുകൊണ്ടാകാം പച്ചനിറം തീരെയില്ലാതെ ഒരു നരച്ച നിറത്തിലാണ് വൃക്ഷങ്ങളെല്ലാം എന്ന് പറയാം. ഈ ഉൾക്കടലിൽ തിരമാലകൾ തീരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ഈസിയായി തോണിയോ കയാക്കിങ്ങോ ഒക്കെ നമുക്ക് തുഴഞ്ഞു പോകാൻ പറ്റും. തെക്കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ കടലുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ടൂറിസം ആക്ടിവിറ്റികളിൽ എല്ലാം തന്നെ കയാക്കിംഗ് ഒരു പ്രധാന ഘടകമാണെന്ന് എനിക്ക് തോന്നി. മുമ്പ് തായ്ലാൻഡിലെ യാത്രയിലും ഇത്തരം പാക്കേജുകളിൽ കയാക്കിംഗ് ഉൾപ്പെട്ടിരുന്നു. ഭീമാകാരം പൂണ്ട ചുണ്ണാമ്പുമലകൾ, ഏകദേശം 60ഓളം ജന്തുവിഭാഗങ്ങൾ ഹലോങ് ബേയിലെ ഈ ചുണ്ണാമ്പുമലകളിൽ ഉണ്ടെന്നാണ് കണക്ക്. ഇനി വീണ്ടും ബോട്ടിലേക്ക്. അപ്പോഴും നിരവധി സഞ്ചാരികൾ ഈ തടാകം കാണാനായി വന്നുകൊണ്ടിരുന്നു. മേഘം മൂടി വരുന്നുണ്ട്. മഴ പെയ്താൽ എൻ്റെ എല്ലാ യാത്രാ പ്ലാനും തെറ്റും. ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇന്ന് ഹലോങ് ബേ. സഞ്ചാരികളായി വരുന്നവർക്കെല്ലാം വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടുത്തെ പ്രാദേശിക ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്.
അതും വളരെ മനോഹരമായി. ഞാൻ ഉൾപ്പെടെ ഇവിടെ വന്നു പോകുന്ന എല്ലാവരും തന്നെ മറ്റുള്ളവർക്ക് ഈ ടൂറിസം ഡെസ്റ്റിനേഷൻ പരിചയപ്പെടുത്തുകയും റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും എന്നത് തീർച്ചയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇത്തരം ടൂറിസ്റ്റ് പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് വിയറ്റ്നാമിൽ ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. യാതൊരു അടിസ്ഥാന സൗകര്യ വികസനവുമില്ലാതെ സഞ്ചാരികൾക്കായി കാത്തിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ടൂറിസം ഇനി എന്ന് വളരാനാണ് എന്ന ചിന്തയായിരുന്നു തിരിച്ചു വരുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും മൂക്കുപൊത്തി മാത്രം കയറാനാവുന്ന ബാത്റൂം സൗകര്യങ്ങളും മാലിന്യ കൂമ്പാരമായി കിടക്കുന്ന കടൽ തീരങ്ങളുമൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പ്രധാന ടൂറിസം എന്ന് പറയേണ്ടി വരും. പ്രതീക്ഷകളാണല്ലോ എന്നും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ശരിയാകും, ഒരിക്കൽ എൻ്റെ നാടും ശരിയാകും. നൂറിലധികം സഞ്ചാരികളാണ് ഇപ്പോൾ ഈ ബോട്ടിലുള്ളത്. വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നവർ. മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാവുന്ന തരത്തിൽ സംസാരിക്കുകയോ ഒച്ചവെക്കുകയോ ചെയ്യാതെയാണ് സഞ്ചാരികളായി വന്നവരെല്ലാം തന്നെ ഈ യാത്ര ആഘോഷിക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലെ ചില ബോട്ടുകളിൽ കയറിയാൽ ബഹളം വെച്ച് മറ്റുള്ളവരുടെ പ്രൈവസിയെ അംഗീകരിക്കാതെയുള്ള ചിലരുടെ പെരുമാറ്റം കാരണം ആ യാത്രയെ തന്നെ മുഷിപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്കൊരുപാട് തവണ ഉണ്ടായിട്ടുണ്ടാകും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ ശാന്തമായ മനോഹരമായ ഒരു യാത്രയായിരുന്നു ഇത്. ആയിരത്തി 1901 ഫ്രഞ്ചുകാർ കണ്ടെത്തിയ ഹലോങ് ബേയിലെ പ്രശസ്തമായ സങ്സോട്ട് കേവ് കാണാനാണ് ഇനി പത്തേമാരിയുടെ യാത്ര.